നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. വരന്തരപ്പള്ളി വിമലഹൃദയ പള്ളിയിൽ വിമലഹൃദയനാഥയുടെയും വിശുദ്ധ ചാവറയച്ചന്റെയും സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. മുനിയാട്ടുകുന്നിൽ നന്ദിപുലം ഗവൺമെന്റ് UP സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചും ചില്ലും കുപ്പിച്ചില്ലുകളും എടുത്തുമാറ്റിയും ശുചീകരണം നടത്തി. ദേശീയപാത കൊളത്തൂരിൽ KSRTC ബസും മിനി ബസും കൂട്ടിയിടിച്ച് അപകടം. ആമ്പലൂർ പോളിടെക്നിക്കിന് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ചും അപകടം. കാർ ലോറിയുടെ പിറകിൽ കുരുങ്ങിയതോടെ അരമണിക്കൂറോളം കല്ലൂർ റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലും ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിലും ക്രിസ്തുരാജത്വ തിരുനാളിന്റെ ഭാഗമായി വിശ്വാസ പ്രഖ്യാപന റാലി സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ വാർഡ് 5 മുരിക്കിങ്ങലിൽ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. വരന്തരപ്പള്ളി വിമലഹൃദയ പള്ളിയിൽ വിമലഹൃദയനാഥയുടെയും വിശുദ്ധ ചാവറയച്ചന്റെയും സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. പാട്ടുകുർബാനയ്ക്കും പ്രദക്ഷിണത്തിനും ഫാദർ ജിയോ കോട്ടോളി മുഖ്യ കാർമ്മികനായി. ഫാദർ ജോജോ ചൊവ്വല്ലൂർ സന്ദേശം നൽകി. തുടർന്ന് നേർച്ച ഊട്ടിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ ജിയോ ആലനോലിക്കൽ, സഹവികാരി ഫാദർ ഡോണൽ പുലിക്കോട്ടിൽ, തിരുനാൾ കൺവീനർ ജോൺസൺ ചെനിയറ, കൈക്കാരന്മാരായ ജോർജ് തൊമ്മാന, ജോഫി അരങ്ങാശ്ശേരി, ചാൾസ് തെങ്ങുംപള്ളി, ഡെൽസൺ വഞ്ചിപ്പുരയ്ക്കൽ എന്നിവർ നേതൃത്വം നൽകി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കള്ളിച്ചിത്ര പട്ടികവർഗ നഗറിൽ സാംസ്കാരിക നിലയത്തിനോടനുബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. EK സദാശിവൻ, MB ജലാൽ, MK ഗോപാലൻ, MN പുഷ്പൻ, KS സണ്ണി, ബേബി വാഴക്കാല, മഞ്ജു എന്നിവർ പ്രസംഗിച്ചു. ചരിത്രമുറങ്ങുന്ന മുനിയാട്ടുകുന്നിൽ നന്ദിപുലം ഗവൺമെന്റ് UP സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചും ചില്ലുകുപ്പികളും എടുത്തുമാറ്റിയും ശുചീകരണം നടത്തി. നന്ദിപുലം ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപിക VA ശ്രീജയ, കോർഡിനേറ്റർ PR വിദ്യ, PTA പ്രസിഡന്റ് ജിനിത വിജോ എന്നിവർ നേതൃത്വം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള മുനിയാട്ടുകുന്ന് സംരക്ഷണ സമിതിയുടെ ഭാരവാഹികളായ വർഗീസ് ആന്റണി, AT ജോൺ, NK ഭാസ്കരൻ, TM ശിഖാമണി എന്നിവർ കുട്ടികളുമായി മുനിയാട്ടുകുന്നിന്റെ വിശേഷങ്ങളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പാഠങ്ങളും പങ്കുവച്ചു. പഞ്ചായത്ത് അംഗം റോസിലി വർഗീസ് പ്ലാസ്റ്റിക് മാലിന്യത്തിന്റെ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ഹരിതകർമ്മ സേനാംഗങ്ങൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് ക്ലാസ് എടുത്തു. 4 ചാക്ക് പ്ലാസ്റ്റിക് കവറുകളും 1 ചാക്ക് കുപ്പിച്ചില്ലും മിനി MCFലേക്ക് ഹരിതകർമ്മ സേനാംഗങ്ങൾ വഴി കൈമാറി. ദേശീയപാത കൊളത്തൂരിൽ KSRTC ബസും മിനി ബസും കൂട്ടിയിടിച്ച് അപകടം. രാവിലെ 10-നായിരുന്നു അപകടം. KSRTCയിലെ ഏതാനും യാത്രക്കാരെ നിസ്സാര പരിക്കുകളോടെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ നിന്നും അടൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസും അതേ പാതയിൽ സഞ്ചരിച്ചിരുന്ന അയ്യപ്പ ഭക്തരുടെ മിനി ബസുമാണ് അപകടത്തിൽപ്പെട്ടത്. അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതോടെ KSRTC ബസ് മിനി ബസിന്റെ പുറകിൽ ഇടിക്കുകയായിരുന്നു. ആമ്പലൂർ പോളിടെക്നിക്കിന് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടം. കാർ ലോറിയുടെ പിറകിൽ കുരുങ്ങിയതോടെ അരമണിക്കൂറോളം കല്ലൂർ റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. ഞായറാഴ്ച 4:30യോടെയായിരുന്നു സംഭവം. കല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ എതിർഭാഗത്തുനിന്നും ആമ്പലൂർ ഭാഗത്തേക്ക് വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പുറകുവശം ഭാഗികമായി തകർന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടകര സ്നേഹ മ്യൂസിയം സംഘടിപ്പിച്ച സ്നേഹലേഖന മത്സരത്തിൽ സമ്മാനാർഹമായ കത്തുകളുടെ പ്രദർശനം മ്യൂസിയത്തിൽ തുടങ്ങി. എഴുത്തുകാരനും നടനുമായ VK ശ്രീരാമൻ താൻ എഴുതിയ സ്നേഹലേഖനം വായിച്ച് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും VK ശ്രീരാമൻ നൽകി. മ്യൂസിയം ക്യൂറേറ്റർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, അഡ്വൈസർ അഡ്വക്കേറ്റ്
VP ലിസൻ എന്നിവർ സംസാരിച്ചു. ശശി മേനോൻ, ശ്രീനി പാലക്കൽ എന്നിവർ സ്നേഹഗാനങ്ങൾ ആലപിച്ചു. കത്തെഴുത്ത് കലയെക്കുറിച്ചും കത്തുകളിലൂടെയുള്ള സ്നേഹപ്രകടനത്തെക്കുറിച്ചും ചർച്ചയും നടന്നു. സ്നേഹലേഖന മത്സരത്തിലെ തെരഞ്ഞെടുത്ത 35ഓളം കത്തുകളാണ് പ്രദർശനത്തിലുള്ളത്. ഫെബ്രുവരി 14 വരെ കത്തുകളുടെ പ്രദർശനം ഉണ്ടാകും. പുതുക്കാട് പഞ്ചായത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ ടൂറിസ്റ്റ് കേന്ദ്രം ചെങ്ങന്നൂർ മുപ്ലിയം റോഡിലെ മറവാഞ്ചേരി ഈഡൻ ഗാർഡനിൽ പ്രവർത്തനം ആരംഭിച്ചു. കുറുമാലി പുഴയിലെ ബോട്ടിംഗ്, മിനി പാർക്ക്, കഫറ്റേരിയ, ഫിഷിംഗ്, ഓപ്പൺ സ്റ്റേജ് ഫോർ ഇവന്റ്സ് എന്നിവയ്ക്കായി ഫ്ലമിംഗോ എന്റർടൈനേഴ്സ് എന്ന സ്ഥാപനമാണ് പ്രവർത്തനം ആരംഭിച്ചത്. പ്രകൃതി രമണീയമായ ഏദൻ തോട്ടത്തിൽ ആരംഭിച്ച പുതിയ സംരംഭം പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ സെബി കൊടിയൻ അധ്യക്ഷനായിരുന്നു. ബോട്ടിംഗ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം പുതുക്കാട് പോലീസ് SI N പ്രദീപ നിർവഹിച്ചു. ഒരു 3 കൊല്ലം മുമ്പ് ആരംഭിച്ച ഏദൻ തോട്ടം എന്ന ഒരു ഹോം സ്റ്റേ അതിൽ കൂടുതൽ സൗകര്യങ്ങൾ ആക്കി ഫ്ലെമിംഗോ എന്റർടൈൻമെന്റ്സ് എന്ന പേരിൽ പുതുക്കാട് പഞ്ചായത്തിലെ ഒരു എക്കോ ഫ്രണ്ട്ലി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറ്റുവാനുള്ള ഞങ്ങളുടെ ഡ്രീം ഇന്ന് ഫുൾഫിൽ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നിവിടെ ഈ സ്ഥാപനം ഈ ബോട്ടിംഗ്, ഈ പെഡൽ ബോട്ടിങ്ങിൻ്റെ, അതുപോലെ കഫേ, ഇവിടെ ചെറിയ ചെറിയ പാർട്ടികൾ അടക്കമുള്ള ഒട്ടേറെ ഇവിടെ വന്ന് താമസിക്കാനുള്ള സൗകര്യം, ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പല ഭാഗത്തുനിന്ന് വന്ന് താമസിക്കുന്നുണ്ട്. ഇന്ന് ഈ സ്ഥാപനം നമുക്കറിയാം, നമ്മളെല്ലാവരും വളരെയധികം ടെൻഷനൊക്കെ ഉള്ള ആളുകളാണ്. ആ സമയത്ത് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഈ ബോട്ടിങ്ങിലോ അല്ലെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് പോവും, ഒരു കുറച്ച് നേരം ആ മൈൻഡൊന്ന് മാറി പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ് പോകുന്നത്, നമ്മൾ ആ ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാകാൻ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ ഇങ്ങനൊരു സംരംഭം നല്ല രീതിയിൽ ഇവിടെ ആരംഭിക്കാനായിട്ട് തോമസിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇന്ന് ഒരു സംരംഭം, ഒരു വേറിട്ടൊരു സംരംഭം ഔപചാരികമായി ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത് ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് വിവിധ തരത്തിലുള്ള പരിപാടികൾ അവതരിപ്പിക്കാനും മറ്റുമൊക്കെ സഹായകരമാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇത് പുതുക്കാടിൻ്റെ ടൂറിസം മേഖലയിൽ ഒരു പൊൻതൂലാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. പുതുക്കാട് മണ്ഡലം പരിധിയിലും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം പഞ്ചായത്തിലും ഈ ഒരു പദ്ധതി ആരംഭിച്ച പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും, നമുക്കറിയാം നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഒരു സ്ഥലം എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. എപ്പോഴും ടെൻഷനും മറ്റുള്ള ജോലി സംബന്ധമായും നമുക്കറിയാം, ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കുക അല്ലെങ്കിൽ വിജയമായി കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധി. അതിന് നമ്മുടെ സർക്കാർ തന്നെ ഏറ്റവും ആദ്യം മുൻഗണന കൊടുത്തിരിക്കുന്നത് നമ്മുടെ കേരളത്തെ വലിയൊരു ടൂറിസം കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കണം, നമ്മളൊക്കെ സഹായിക്കണം, സഹകരിക്കണം. ഈ സംരംഭം ഏറ്റവും ഭംഗിയായിട്ട് നടത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ മനോഹരമായ ഈ ഗ്രാമഭംഗി തന്നെ പറയാലോ, എത്ര മനോഹരമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും പുതുക്കാട് പഞ്ചായത്തില് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങാൻ എന്തായാലും തോമസ് സാറിന്റെ കുടുംബത്തിനും ദൈവം അനുഗ്രഹിക്കട്ടെ. ഫ്ലെമിംഗോ എന്ന പേരിൽ ഇത് കുറെ നാളും കൂടി തുടങ്ങിയതാണ്. അപ്പൊ ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും എന്നോട് ചർച്ച ചെയ്യാറുണ്ട് ഇതിന്റെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഊട്ടിയിലും കൊടൈക്കനാലൊക്കെ പോയിട്ടാണ് പടൽ ബോട്ട് ഇടുക. ഇവിടെ നമ്മുടെ നാട്ടിലും ഒരു മിനി ഊട്ടി ആക്കി മാറ്റാനുള്ള സംവിധാനമാണ് ഇവിടെ തോമസ് ഒരുക്കുന്നത്. ടൂർ പോകണം, എല്ലാ വീക്കെൻഡിലും ടൂർ പോണ ഫാമിലീസിന് എനിക്കറിയാം. പൈസയുടെ ഒരു കാര്യമുണ്ട്, എന്നിരുന്നാലും ഉള്ളൊരു പോലെ ഒരു കടൽ കാണാനോ നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലങ്ങളിൽ പോകാനോ ഒരു പുറത്തുനിന്ന് ഒരു ഭക്ഷണം കഴിക്കാനോ അതിനൊക്കെ ജനങ്ങൾ തയ്യാറാവാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ തൊട്ടടുത്ത് ഒരു ഗ്രാമപ്രദേശത്തിന്റെ ഭംഗിയിൽ ഒരു കാര്യം അവിടെ തുടങ്ങി. ഈ സംരംഭത്തിന് വ്യവസായ വകുപ്പിന്റെ ഭാഗത്തുനിന്നും എൻ്റെ വ്യക്തിപരമായ ഭാഗത്തുനിന്നും എല്ലാ ആശംസകളും അതുപോലെ തന്നെ ഭാവിയിലെ എല്ലാ സപ്പോർട്ടുകളും ഉണ്ടായിരിക്കുമെന്നും കൂടെ പറഞ്ഞുകൊണ്ട്, പുതുക്കാട് മണ്ഡലത്തിൽ ഒരു മിനി ചിമ്മിനി എന്നുള്ള നിലയിൽ ഏദൻ തോട്ടം വളരെ ശ്രദ്ധയോടും കരുതലോടും കൂടി കൈകാര്യം ചെയ്യുന്നൊരു മേഖലയാണ്. പുതുക്കാട് മണ്ഡലത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുക്കാവുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. തീർച്ചയായും ഗ്രാമ മേഖലയിൽ ഇവിടുത്തെ ജനങ്ങൾക്കൊക്കെ ഒരുമിച്ച് അടുത്തു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ ഒരു പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഏറ്റവും ഗ്രാമാന്തരീക്ഷത്തിലൊരു തിക്കും തിരക്കുകളൊക്കെ ഒഴിവായി
വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് ഏദൻ ഗാർഡന്റെ ഫ്ലമിംഗോ എന്ന ഈ സ്ഥാപനം പ്രവർത്തനം ആരംഭിക്കുന്നത്. അതേപോലെ നമ്മുടെ അടുത്തുള്ള പഞ്ചായത്തുകളുടെയും ഇൻഡോർ ഗെയിമുകളെല്ലാം ഇപ്പോൾ യൂണിറ്റി ക്ലബ്ബിൽ വെച്ച് നടത്തുവാൻ സാധിക്കുന്നുണ്ട് എന്നത് വലിയൊരു അഭിമാനകരമായ കാര്യമാണ്. ഫ്ലെമിംഗ് എന്റർടൈനേഴ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു തന്ന ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ പുതുക്കാട് MLA ശ്രീ KK രാമചന്ദ്രൻ സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം അർപ്പിക്കുന്നു, അതുപോലെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഫ്ലമിംഗോ എന്റർടൈനേഴ്സ് CEO തോമസ് സേവ്യർ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് അൽജോ P. ആന്റണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പഞ്ചായത്ത് അംഗങ്ങളായ ഹിമദാസൻ, അനൂപ് മാത്യു, ഷാജു കാളിയങ്കര, വിനോദസഞ്ചാര വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംഭാസ്, പുതുക്കാട് അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജോജി വർഗീസ്, CPM ലോക്കൽ സെക്രട്ടറി PC സുബ്രൻ, BJP കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്, JCI തൃശൂർ ഗ്രീൻ സിറ്റി പ്രസിഡന്റ് ജിൻഡോ ജോസഫ്, പുതുക്കാട് യൂണിറ്റി ക്ലബ്ബ് പ്രസിഡന്റ് ലാജു സേവ്യർ, സരിത തോമസ് എന്നിവർ പ്രസംഗിച്ചു. രാവിലെ 10 മുതൽ വൈകിട്ട് 5:30 വരെയാണ് പ്രവർത്തന സമയം. ആദ്യഘട്ടത്തിൽ 3 ബോട്ടുകളാണ് ഒരുക്കിയിരിക്കുന്നത്. കുടുംബങ്ങൾക്ക് ശാന്തമായും സുരക്ഷിതമായും ഉല്ലസിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ റൈഡുകളും സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നത്. പുതുക്കാട് മേഖലയിലെ ഏറ്റവും പുതിയ ഇക്കോ ഫ്രണ്ട്ലി ഫാമിലി എന്റർടൈൻമെന്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെന്റർ ഫ്ലമിംഗോ എന്റർടൈനേഴ്സ്, ഈഡൻ ഗാർഡൻ, ചെങ്ങാലൂർ മുപ്ലിയൻ റോഡ്, മറവാഞ്ചേരി, പുതുക്കാട്. ഫോൺ നമ്പർ 8891208678. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ ക്രിസ്തുരാജ്യത്വ തിരുനാളിന്റെ ഭാഗമായി വിശ്വാസ പ്രഖ്യാപന റാലി സംഘടിപ്പിച്ചു. പള്ളിയുടെ ശതോത്തര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ രീതിയിലായിരുന്നു ഇത്തവണത്തെ റാലി. മതബോധന വിദ്യാർത്ഥികൾ വിശുദ്ധന്മാരുടെ വേഷങ്ങൾ അണിഞ്ഞും ഭക്ത സംഘടനാംഗങ്ങളും ഇടവക ജനങ്ങളും യൂണിഫോം അണിഞ്ഞും റാലിയിൽ പങ്കെടുത്തു. വികാരി ഫാദർ ജെയ്സൺ കൂനമ്പ്ളാക്കൽ, സഹവികാരി ഫാദർ ഫ്രാൻസിസ് പുത്തുക്കര, ശതോത്തര ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ, കൈക്കാരന്മാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെങ്ങന്നൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിൽ ക്രിസ്തുവിന്റെ രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചു. വിശ്വാസ പരിശീലന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്തു രാജ്യത്വ റാലിയും സെയിൻസ് പരേഡും യൂണിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ഗ്ലെസിൻ പയസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. റാലി ക്യാപ്റ്റനും വിശ്വാസ പരിശീലന യൂണിറ്റ് ലീഡറുമായ ബിൻസിക്ക് പേപ്പൽ പതാക കൈമാറി. 650-ൽ അധികം കുട്ടികൾ അണിനിരുന്ന റാലിക്ക് ഇടവക കാത്തക്കെറ്റിക്കൽ കൗൺസിൽ അംഗങ്ങളും വിശ്വാസ പരിശീലകരും നേതൃത്വം നൽകി. റാലിയുടെ സമാപനത്തിൽ യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജിജോ മുരിങ്ങാത്തേരിയുടെ കാർമ്മികത്വത്തിൽ കുർബാനയും നടന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ വാർഡ് 5 മുരിക്കിങ്ങലിൽ വയോജന ക്ലബ്ബും ശാന്തി ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. വയോജന ക്ലബ്ബ് പ്രസിഡന്റ് BV പോക്കാക്കില്ലത്ത് അധ്യക്ഷത വഹിച്ചു. ആശാ വർക്കർമാരായ ലൈല ബഷീർ, സുലോചന അശോകൻ, വയോജന ക്ലബ്ബ് ഭാരവാഹി സുരേന്ദ്രൻ നമ്പളൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 80ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. റായ്പൂരിൽ നടന്ന ദേശീയ വനം കായികമേളയിൽ റൈഫിൾ ഷൂട്ടിംഗിൽ 2ാം സ്ഥാനം വെള്ളി മെഡൽ കരസ്ഥമാക്കിയ PJ നിജോയ്ക്ക് കുന്നത്തുപാടം താഴ്വാരം യുവജന സംഗമം ട്രസ്റ്റ് സ്വീകരണമൊരുക്കി. വാഴച്ചാൽ ഫോറസ്റ്റ് ഓഫീസർ കൂടിയാണ് നിജോ. സ്വീകരണ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാനും താഴ്വാരം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റും കൂടിയായ ജിജോ ജോൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം പ്രിൻസ് ഫ്രാൻസിസ്, ട്രസ്റ്റ് സെക്രട്ടറി ബൈജു തട്ല, MP വർഗീസ്, സുകുമാരൻ, പൗർണമി അഖിൽ, രാഹുൽ, എഡ്വിൻ എന്നിവർ പ്രസംഗിച്ചു. താഴ്വാരം ട്രസ്റ്റ് പഞ്ചായത്തിനായി സ്ഥാപിച്ച ബോട്ടിൽ ബൂത്തിന്റെ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. താഴ്വാരം യുവജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ മഹത്തായ ചടങ്ങ് അങ്ങനെ തന്നെ പറയണം. കാരണം നമുക്ക് എന്തെല്ലാം ആളുകളെ എവിടെ നിന്ന് കിട്ടിയാലും ജന്മനാടിന്റെ ആദരം കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടകര മേഖലയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ?
എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. കുട്ടികളെ തോൽപ്പിക്കാനുള്ളതാണ് പരീക്ഷ എന്ന കാഴ്ചപ്പാടിന് പകരം കുട്ടികളിലെ കഴിവുകളെ കണ്ടെത്തി വികസിപ്പിക്കാനുള്ളതാണ് പരീക്ഷ എന്ന കാഴ്ചപ്പാടിനെ സംസ്ഥാന സർക്കാരിന്റെ എഴുത്തു പരീക്ഷയിലെ മിനിമം മാർക്കെന്ന കടമ്പ തുരങ്കം വയ്ക്കുമെന്ന് PB സജീവൻ പറഞ്ഞു. റിട്ടയർഡ് അധ്യാപകൻ KR ശശികുമാർ അധ്യക്ഷത വഹിച്ചു. K നന്ദകുമാർ, PCCG, P തങ്കം, TM ശിഖാമണി, KK അനീഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. 27-ന് പുതുക്കാട് സെന്ററിൽ എത്തുന്ന വിദ്യാഭ്യാസ ജാഥയ്ക്ക് P തങ്കം ചെയർമാനും KR ശശികുമാർ ജനറൽ കൺവീനറുമായി സംഘാടക സമിതി രൂപീകരിച്ചു. പട്ടികജാതി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി 2024-25 വർഷത്തെ ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ 2024-25 അധ്യയന വർഷത്തിൽ തൃശൂർ ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 5-8 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളായിരിക്കണം. അൺഎയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പിന് അർഹതയില്ല. അപേക്ഷകർ 2023-24 അധ്യയന വർഷത്തിൽ 4-7 ക്ലാസുകളിലെ വാർഷിക പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A ഗ്രേഡ് ലഭിച്ചവരായിരിക്കണം. രക്ഷാകർത്താക്കളുടെ കുടുംബ വാർഷിക വരുമാന പരിധി 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. പട്ടികജാതിയിലെ ദുർബല വിഭാഗങ്ങളായ വേടൻ, നായാടി, കള്ളാടി, അരുന്ധതിയാർ, ചക്ലിയർ സമുദായത്തിലെ വിദ്യാർത്ഥികൾക്ക് B ഗ്രേഡ് മതി. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം അസൽ, ജാതി, വരുമാന സർട്ടിഫിക്കറ്റുകൾ, 4-7 ക്ലാസുകളിലെ വാർഷിക പരീക്ഷയിൽ നേടിയ ഗ്രേഡ് സംബന്ധിച്ച ഹെഡ്മാസ്റ്ററുടെ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം നവംബർ 30-ന് വൈകിട്ട് 5-ന് മുൻപായി ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഗുരുവായൂർ മെട്രോളിക്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 16ാമത് അഖില കേരള ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. ഗുരുവായൂർ LF കോളേജിൽ വെച്ച് സംഘടിപ്പിച്ച മത്സരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും 3800ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സിനിമാ താരം ശിവജി ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. LF കോളേജ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ഡോക്ടർ ജെന്നി തെരേസ് മുഖ്യാതിഥിയായി. LKG മുതൽ കോളേജ് വരെയുള്ള വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കൊച്ചനൂർ അമൽ സ്കൂൾ പ്രത്യേക ട്രോഫിക്ക് അർഹരായി. സ്പെഷ്യൽ സ്കൂൾ വിഭാഗത്തിന് പ്രത്യേക മത്സരവും ഉണ്ടായിരുന്നു. പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ കാറിൽ കടത്താൻ ശ്രമിച്ച 30 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പോലീസ് പിടികൂടിയത്. മലപ്പുറം പെരുമ്പടപ്പ് സ്വദേശി അബ്ദുൾ നിഷാദിനെ കസ്റ്റഡിയിലെടുത്തു. വാഹന പരിശോധനയ്ക്കിടെ ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്ന മത്സര പരീക്ഷാ പരിശീലന കേന്ദ്രം കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്തിൽ 2025 ജനുവരി 1-ന് ആരംഭിക്കുന്ന റെഗുലർ ഹോളിഡേ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു. 6 മാസമാണ് കോഴ്സുകളുടെ ദൈർഘ്യം. താൽപര്യമുള്ള ന്യൂനപക്ഷ ഉദ്യോഗാർത്ഥികൾ കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, ചേരമാൻ ജുമാ മസ്ജിദ് ബിൽഡിംഗ്, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്ന വിലാസത്തിൽ ബന്ധപ്പെടണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ: മൊബൈൽ 9846363617, ലാൻഡ് ലൈൻ 048028048559. തൃശൂർ ബിഷപ്പ് ഹൗസ് എക്സൽ അക്കാദമി, കേച്ചേരിയിലെ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോളിഡേ ബാച്ചുകളിലേക്കും പ്രവേശനത്തിനായി യഥാക്രമം 9847276657, 9747520181 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റാൻ അപേക്ഷ ക്ഷണിച്ചു. ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളുടെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിന് അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ ജനസേവന കേന്ദ്രം മുഖേന ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് നവംബർ 25 മുതൽ ഡിസംബർ 10 വരെ സമയം അനുവദിച്ചതായി തൃശൂർ ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. സ്പെക്ട്രം ജോബ് ഫെയർ ഡിസംബർ 5-ന് നടത്തും. കേരള സർക്കാർ തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ITI പാസ്സായവർക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ സ്പെക്ട്രം ജോബ് ഫെയർ നടത്തുന്നു. ഇതിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിലെ സർക്കാർ, SCDD, സ്വകാര്യ ITIകളിൽ നിന്നും പാസ്സായ തൊഴിൽ രഹിതരായ ഉദ്യോഗാർത്ഥികൾക്കായി ചാലക്കുടി ITIയിൽ ഡിസംബർ 5-ന് ജോബ് ഫെയർ സംഘടിപ്പിക്കും. ഏകദേശം 100 കമ്പനികളും 2000 ഉദ്യോഗാർത്ഥികളും പങ്കെടുക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7300 രൂപ, പവന് 58,400 രൂപ. മുപ്പിളിയം വെള്ളാരംപാടം എടത്തിരുത്തി കളരിക്കൽ വാസു അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി ഭാര്യ നളിനി. സജിത, സലീഷ് എന്നിവർ മക്കളും പ്രകാശൻ, കൃഷ്ണ എന്നിവർ മരുമക്കളുമാണ്.
വെണ്ടൂർ പന്തല്ലൂക്കാരൻ വിൻസെന്റിന്റെ ഭാര്യ സിസിലി അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സിൻഡോമോൾ, സിൻഡോജ് എന്നിവർ മക്കളും ആൻഡു, ജിൻസി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വരന്തരപ്പള്ളി വിമലഹൃദയ പള്ളിയിൽ വിമലഹൃദയനാഥയുടെയും വിശുദ്ധ ചാവറയച്ചന്റെയും സംയുക്ത ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. മുനിയാട്ടുകുന്നിൽ നന്ദിപുലം ഗവൺമെന്റ് UP സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചും ചില്ലും കുപ്പിച്ചില്ലുകളും എടുത്തുമാറ്റിയും ശുചീകരണം നടത്തി. ദേശീയപാത കൊളത്തൂരിൽ KSRTC ബസും മിനി ബസും കൂട്ടിയിടിച്ച് അപകടം. ആമ്പലൂർ പോളിടെക്നിക്കിന് സമീപം ലോറിയും കാറും കൂട്ടിയിടിച്ചും അപകടം. കാർ ലോറിയുടെ പിറകിൽ കുരുങ്ങിയതോടെ അരമണിക്കൂറോളം കല്ലൂർ റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലും ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിലും ക്രിസ്തുരാജത്വ തിരുനാളിന്റെ ഭാഗമായി വിശ്വാസ പ്രഖ്യാപന റാലി സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ വാർഡ് 5 മുരിക്കിങ്ങലിൽ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.